തന്ത്രശാസ്ത്രം ആർക്കൊക്കെ പഠിക്കണം? ഈ ചോദ്യം വരാൻ കാരണം അവരുടെ ഉള്ളിൽ കാലദേശങ്ങൾ കൊടുത്തിട്ടുള്ള മറ്റു പല ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഈ ചോദ്യത്തിന് ഡയറക്റ്റ് ഒരു ഉത്തരം പറയാം. ഹു ക്യാൻ ലേൺ തന്ത്ര? ഈ തന്ത്ര എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമ്മൾ സ്പിരിച്വൽ സൈഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ആദ്യ ക്ലാസ്സിൽ. തന്യതേ വിസ്താര്യതേ ജ്ഞാനം അനേന ഇതി തന്ത്ര എന്ന്, തനുത്രായതേ ഇതി തന്ത്ര എന്നൊക്കെ പല അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. അതായത് അല്പമായ ബോധത്തിൽ നിന്നും അനൽപമായ ബോധത്തിലേക്ക് ആർക്കെത്തണമോ, അല്ല സത്യത്തെ അറിയാൻ ആരാണോ ആഗ്രഹിക്കുന്നത് അവർക്ക് തന്ത്രശാസ്ത്രം പഠിക്കും, ഉറപ്പാണ്. അപ്പം ഇത് പഠിക്കാനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. ക്വാളിറ്റീസ് ഓഫ് എ ശിഷ്യ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ക്വാളിറ്റീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, പഠിക്കാനുള്ള ആഗ്രഹമാണ് മെയിൻ. പിന്നെ ഉള്ളൊരു പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത് ചെയ്യുന്ന വിഷയത്തിലുള്ള അർപ്പണബോധവും വിശ്വാസവുമാണ്. ഇതൊന്നല്ല, ജീവിതത്തിലെ ഏത് മേഖലയിലും ആയിക്കോട്ടെ, ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിലായിക്കോട്ടെ, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിലായിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്നതും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ ചെയ്യുന്നതിന് മുമ്പ് ആ വിഷയത്തിലുള്ള 100% വിശ്വാസമാണ് നിങ്ങളെ ആ വിഷയത്തിൽ സക്സസ്ഫുൾ ആക്കുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ, ഒരു റിസർച്ച് ചെയ്യാൻ ഇറങ്ങുമ്പോൾ, അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് നിങ്ങൾ എത്തും എന്നുള്ള ഉറപ്പാണ് നിങ്ങളെ അവിടെ എത്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ മേഖലകളിലും. അതുതന്നെയാണ് ഇവിടെയും. ഈ വിഷയത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ വെച്ചുകൊണ്ടല്ല സ്പിരിച്വാലിറ്റിയിലേക്ക് പറഞ്ഞത്. ചെയ്യുന്ന വിഷയത്തിലും അത് പഠിപ്പിക്കുന്ന ഗുരുവിലും ഈശ്വരനിലും ആ സമ്പ്രദായത്തിലുമുള്ള അചഞ്ചലമായിട്ടുള്ള വിശ്വാസമാണ് നിങ്ങളെ അതിലേക്ക് എത്തിക്കുന്നത്. അത് മൂഢവിശ്വാസമല്ല, തെറ്റും ശരിയും തിരിച്ചറിയാത്ത വിശ്വാസമല്ല. കാരണം ഞാനത് എടുത്തു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് ഗുരുക്കന്മാരെന്ന് പറഞ്ഞ് പലരിടത്തും ഗുകാരത്തിന് പകരം കുകാരമുള്ളവർ ഇന്ന് പലയിടത്തും സ്പിരിച്വൽ സങ്കേതങ്ങളിൽ പോലും ചൂഷണങ്ങളുണ്ട്. ഈശ്വരീയതയുടെ പേരിൽ ചൂഷണം നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. കലിയുഗം അങ്ങനെയാണ്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഭാഗവതം എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ഭാഗവതം, അതിനകത്ത് കലിയുഗ വർണ്ണനയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് കാണാം. അതിനകത്ത് ആധ്യാത്മികത വിറ്റ് ജീവിക്കുന്ന വൈശ്യന്മാരും ശൂദ്രന്മാരും ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വ്യവസ്ഥിതിയല്ല, ഒരു കച്ചവടമായിട്ട് മാത്രം ഇതിനെ കാണുന്നവർ. വൈശ്യൻ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരെന്നാണ്. അപ്പോൾ സ്പിരിച്വാലിറ്റി ഒരു കച്ചവടമായിട്ട് കാണുന്നവർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പോയി പെട്ടിട്ട് ഒരു മനുഷ്യനെ അവനെ പിഴിയാവുന്നതിൻ്റെ മാക്സിമം സേവ എന്നൊക്കെ പറഞ്ഞ് പിഴിഞ്ഞ് അവൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലം മൊത്തം അവിടെ നശിപ്പിച്ച് കളയുന്ന ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഈ കന്യാകുമാരി മുതൽ ഹിമാലയം വരെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പലയിടത്ത് യാത്ര ചെയ്ത് പല അനുഭവങ്ങൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പിന്നെ ഞാൻ പഠിച്ച സ്ഥലങ്ങൾ, അപ്പോൾ അവിടെയൊക്കെ നമുക്ക് നല്ല അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അങ്ങനെ നല്ല സ്ഥലങ്ങളിൽ പോയി പെട്ടുകൊണ്ടാണ് ഞാനിങ്ങനെ ആയത്. പിന്നെ അതുപോലെ അല്ലാതെ ചില സ്ഥലങ്ങളും പല ആൾക്കാരെ നമ്മൾ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കോമൺ സെൻസ് കൊണ്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയും പഠിക്കുന്ന വിദ്യയിൽ നല്ല സ്ഥലത്ത് എത്തിപ്പെടാനൊരു ഭാഗ്യം വേണം കേട്ടോ. അത് ദൈവാനുഗ്രഹമാണ്. അത് നിങ്ങളുടെ ആഗ്രഹം പോലെ ഇരിക്കും. നല്ല സ്ഥലത്തു നിന്ന് നല്ല രീതിയിൽ നിന്ന് പഠിക്കും. നല്ല ഫാൻറ്റസികളും വലിയ ഷോ ഓഫുകളും വലിയ ഇതൊന്നും വേണമെന്നില്ല. ചിലപ്പം അവിടെ മോശമാണെന്നൊന്നുമല്ല കേട്ടോ. അങ്ങനെ വലിയ സ്ഥലങ്ങൾ, ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം മോശമാണെന്നൊന്നുമില്ല. ചിലപ്പം നല്ല ഗുരുക്കന്മാർ നമ്മളറിയാതെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ തന്നെ ഉണ്ടാകും. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ഒന്നും ആയിട്ടില്ല, അവർക്ക് അതിനുള്ള ആഗ്രഹവും ഉണ്ടാവില്ല. പക്ഷേ അവിടെ നിന്നൊക്കെ പഠിച്ചാൽ, അങ്ങനെയൊക്കെ കിട്ടിയാൽ അതൊക്കെ ഒരു ഭാഗ്യമാണ്, ഗുരുത്വമാണ്, സുഹൃതമാണ്. അങ്ങനെയൊക്കെ കിട്ടിയാൽ അത് മനസ്സിലാക്കി അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ എഫേർട്ട് ഇട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഒരു ശിഷ്യൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി.